ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ സമ്മർ കളക്ഷൻസിൻ്റെ കോട്ടൺ സാരീസ് ആണ് കാണുന്നത്. ഇന്ന് നമ്മൾ കോട്ടൺ സാരീസിൻ്റെ വേറെ കുറച്ച് ഷെയ്ഡ്സ് ആണ് കാണുന്നത്. 3 ഷെയ്ഡ്സ് ആണ് കാണുന്നത്. ലെമൺ യെല്ലോ, ബേബി പിങ്ക്, പിന്നെ ഒണിയൻ പിങ്ക്. ഈ 3 ഷെയ്ഡ്സ് ആണ് നമ്മൾ കാണുന്നത്. ഈ 3 ഷെയ്ഡ്സിലും ഡിഫറെൻറ്റ് എംബ്രോയ്ഡറി പാറ്റേൺസും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റെഡി ഫോർ സെയിലാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഉടനെ തന്നെ മെസ്സേജ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ലെമൺ യെല്ലോ സാരിയാണ്. ലെമൺ യെല്ലോ സാരിയിൽ നമ്മൾ കച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഒണിയൻ പിങ്കും ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിൻ്റെ അകത്ത് ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ഒലീവ് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ, പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഒരു ഗ്രീനും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഗ്രീൻ 3 ഷെയ്ഡ്സും കച്ച് വർക്ക് ചെയ്യാനായിട്ട് ലൈറ്റ് ഒണിയൻ പിങ്കുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ മുന്താണിയുടെ ഒരു ഹാഫ് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഒരു പോർഷൻ മേളിലോട്ടും കൂടി ഒരു ഡിസൈൻ വരും മുന്താണിയിൽ, അതില്ല. താഴത്തെ പോർഷൻ മാത്രമാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഫ്രണ്ടിലാണ്, ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ്. ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. ഇത് ഈ ഒരു സാരിക്ക് ഈ കളർ കോട്ടൺ ബ്ലൗസ് പീസ് ഇട്ടാൽ നല്ലതായിരിക്കും. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ, ലെമൺ യെല്ലോ ഇടുന്നേക്കാളും നല്ലത് അതിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 1599 ആണ്. ഇതിൻ്റെ റേറ്റ് കച്ച് വർക്ക് ആയതുകൊണ്ടാണ് ഇത്തിരി റേറ്റ് കൂടുതലായിട്ടിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് പിങ്ക്, ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് റോസ് ഷെയ്ഡായിട്ടുള്ള ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ലേസി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മോട്ടീവാണ് മുന്താണിയിൽ വരുന്നത്. ലൈറ്റ് ഫ്ലൂറസൻ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഗ്രീനാണ് നമ്മൾ സ്റ്റെമ്മിന് കൊടുത്തിരിക്കുന്നത്. പെറ്റൽസിനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ്. അത് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് ലേസി ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ മുന്താണിയുടെ ഒരു സൈഡിൽ. പിന്നെ റണ്ണിങ് പോർഷനിൽ അതിലത്തെ 3 ഫ്ലവർ ഡിസൈനാണ് മുന്താണിയിൽ ചെയ്തത്. റണ്ണിങ് പോർഷനിൽ സിംഗിൾ ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലോട്ടാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ വരുമ്പോൾ നമ്മൾ മുന്താണിയിൽ കണ്ടുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അങ്ങനെ ഇങ്ങനത്തെ വലിയ ഡിസൈൻ 2 ഫ്രണ്ടിൽ, 1 കാലിൻ്റെ അവിടെ, 1 മുന്താണിയിൽ, അങ്ങനെ 4 വലിയ ഡിസൈനും ഒരു സിംഗിൾ ഡിസൈൻ ഫ്ലവർ ഡിസൈൻ റണ്ണിങ് പോർഷനിലുമാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1349 ആണ്. 1349 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് വീണ്ടും ഈ സെയിം കളർ, ഇപ്പോൾ കണ്ട പിങ്ക് തന്നെയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡാട്ടോ അത്. അതിൻ്റെ അകത്ത് നമ്മൾ റോസിറ്റി സ്റ്റിച്ച് അല്ലെങ്കിൽ വൂവൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രേപ്പ് വൈൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡാർക്ക് കളർ. അതിൻ്റെ നടുക്ക് യെല്ലോ കളർ ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് 2 കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡാർക്ക് ഒലീവ് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ബഞ്ച് ഒരു സൈഡിൽ, മുന്താണിയുടെ ഒരു സൈഡിലുണ്ട്. മുന്താണിയുടെ മറു സൈഡിൽ അതിൻ്റെ ഹാഫ് പോർഷനായിട്ടുള്ള ഡിസൈനാണ്. അങ്ങനെ ഇത്രയും പോർഷനാണ് മുന്താണിയുടെ മറു സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്താണിയിലാണ്, ഷോൾഡർ പ്ലീറ്റിൽ കണ്ടിന്യൂസ് തയ്ച്ചിരിക്കുകയാണ്. ഷോൾഡർ പ്ലീറ്റിൽ കണ്ടിന്യൂസ് ആണ് തയ്ച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഡിസൈൻ വരുന്നത്. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 4 അടുപ്പിച്ച് തയ്ച്ചിരിക്കുകയാണ്. ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട്. ആ കളർ കോമ്പിനേഷനും ആ യെല്ലോ നടുക്ക് വരുന്ന നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗ്രീനാണെങ്കിലും 2 കളറിൽ ഗ്രീൻ യൂസ് ചെയ്തെടുക്കണം, കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ. ഇതാണ് ഒരു ഡിസൈൻ. ആ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1599 ആണ് ഇതിൻ്റെയും റേറ്റ്. ഞാൻ ഏറ്റവും അടുത്ത സാരി ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ്. ഒണിയൻ പിങ്കിൻ്റെ അകത്ത് ലെമൺ യെല്ലോ കോമ്പിനേഷനാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. ഒത്തിരി തെറിച്ച് നിൽക്കില്ല, എന്നാൽ അത്യാവശ്യം നല്ലോണം തന്നെ എടുത്ത് നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണിയത്തെ ഡിസൈൻ വരുന്ന ഒരു പൂങ്കോല. ഇപ്പോൾ ഒരു വിഷുവിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉടുക്കാവുന്നതാണ്. യെല്ലോ കളർ ഫ്ലവറാണ്. വിഷു സ്പെഷ്യലായിട്ട് നമുക്ക് ഈ സാരി വേണമെങ്കിൽ ഉടുക്കാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. യെല്ലോ ഫ്ലവർ സാറ്റിൻ സ്റ്റിച്ചും നടുക്കൊരു ലൈറ്റ്
ഗ്രീൻ കളറ്, തീരെ ലൈറ്റ് ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ബഡ്സ് ഒക്കെ ലേസി ലേസി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ നല്ല ബ്രൈറ്റ് ഗ്രീൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിലും അതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഫ്ലവർ പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ അത് 3 അടുപ്പിച്ച് വരുമ്പോൾ കാണാൻ നല്ലൊരു ഒണിയൻ പിങ്ക് ആൻഡ് ലെമൺ യെല്ലോ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ആ ഗ്രീനും യെല്ലോയും ഒണിയൻ പിങ്കിൽ വന്നപ്പം നല്ലൊരു എടുപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. മൊത്തത്തിൽ ഈ സാരിയിൽ 6 ഡിസൈനാണ്. ഫ്രണ്ടിൽ 3 മുന്താണിയിൽ 1, റണ്ണിങ് പോർഷനിൽ 1, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും 1. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1649 ആണ് ഇതിൻ്റെ റേറ്റ്. സാറ്റിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് ഫില്ല് ചെയ്ത് എടുത്ത് തീരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അടുത്തത് വന്നത് ഇപ്പോൾ കണ്ട ഒണിയൻ പിങ്ക് തന്നെ. അതിൻ്റെ അകത്ത് കുറച്ച് അധികം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാരിയിൽ കുറച്ച് അധികം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാസ്റ്റോൺ സ്റ്റിച്ചാണ്. ഇതിൻ്റെ അകത്ത് ഡിസൈനിൻ്റെ ഇത് നമ്മൾ 3 കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്യാനായിട്ട്. ബ്ലൂ, പീച്ച്, പിന്നെ ലൈറ്റ് മസ്റ്റാർഡ് യെല്ലോ. മസ്റ്റാർഡ് യെല്ലോയുടെ തീരെ ലൈറ്റ് ഷെയ്ഡാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ നടുക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ബ്രൗൺ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നടുക്ക് ഫ്രഞ്ച് നോട്ട്, ചുറ്റും ബൂളിയൻ നോട്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാസ്റ്റോൺ സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ഇത് ചെയ്യാൻ കുഞ്ഞ് ഡിസൈനായിട്ട് നമുക്ക് തോന്നുന്നു. ഇതൊരു 3.5 to 4 inch ലെങ്ത്താണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ചെയ്യാനെടുക്കുന്ന സമയം കുറേ എടുക്കും. ഈ കാസ്റ്റോൺ സ്റ്റിച്ച് പെറ്റൽസ് ഇത്രയും തയ്ക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ സമയം കൂടുതൽ എടുക്കുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ഇത് മുന്താണിയുടെ 2 സൈഡിലും നടുക്കുമാണ് നമ്മൾ മുന്താണിയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. 3 പാറ്റേൺ ആണ് സെൻറ്ററിൽ മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ്. ഇതിൻ്റെ അത് നമ്പർ ഓഫ് ഡിസൈൻസ് കുറച്ച് കൂടുതലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ 2 ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. അതെല്ലാം സെയിം കളർ ബ്ലൗസ് ആണെങ്കിലും കുഴപ്പമില്ല. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത് ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാലിൻ്റെ താഴെ ലെഫ്റ്റ് ലെഗിൻ്റെ അവിടെയായിട്ട് ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ലെഫ്റ്റ് ലെഗിൻ്റെ അവിടെയായിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്ലീറ്റ്സ് ആണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഒരു സിംഗിൾ ഫ്ലവർ, 1 യെല്ലോ, പിന്നെ പീച്ച്, പിന്നെ ബ്ലൂ, അങ്ങനെ 3 ഡിസൈനാണ് പ്ലീറ്റ്സിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ. അപ്പോൾ പ്ലീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ ഓരോരോ ഫ്ലവർ ഇങ്ങനെ 3 ഫ്ലവർ ബഞ്ച് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഇടയിൽ സിംഗിൾ ഫ്ലവർ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്. 1849 ആണ് ഇതിൻ്റെ റേറ്റ്. ഇന്നത്തെ സാരിയിൽ ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേറെ കളർ ഷെയ്ഡ്സ് റീക്രിയേഷൻ വേണമെങ്കിലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് വെച്ചാൽ മതി. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.